നമസ്കാരം. കൽപ്പം വെളുപ്പം എന്ന ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക്. കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ മുഴുനീളെ പരസ്യങ്ങൾ നൽകി നിശബ്ദരാക്കി 1000 കോടി രൂപ കടന്നതിനെപ്പറ്റി ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത നൽകി. തിരുവനന്തപുരം പോർട്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം 10ഓളം പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും പുറത്തു വരുമ്പോൾ 1000 കോടി രൂപയുടെ വരും തട്ടിപ്പെന്നാണ് അനുമാനം. മുംബൈയിലെ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടും ഉറക്കനടിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളും മൗനം അഭിനയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അവർ മാവിലായിക്കാരാണെന്നാണോ? നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ ഉറങ്ങിക്കോളും എന്നാണ് വരിക്കാരിൽ നിന്നും കൂടി പൈസ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ പേപ്പർ അച്ചടിക്കുന്നതെന്ന് ഓർമ്മ വേണം. അല്ലെങ്കിൽ ആൾക്കാർ കൂട്ടം ചേർന്ന് നിങ്ങളുടെ പത്രം കത്തിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമോ? പാർട്ടികൾക്കും ചാനൽ മുതലാളിമാർക്കും കൊടുത്തതിൻ്റെ ഡയറി കുറിപ്പുകൾ കർത്തയുടെ ഡയറി പോലെ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ജ്വല്ലറി മാനേജർ നൗഫൽ, ഏജന്റുമാരായ അഷ്റഫ്, സബാദ് എന്നിവരെയും ഉടമയായ മൻസൂർ അബ്ദുൽ സലാമിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. കരുനാഗപ്പള്ളിയിലെ ഒരു മാനേജറുടെ വീട്ടിൽ 120ഓളം വരുന്ന നിക്ഷേപകർ താമസം തുടങ്ങി കഞ്ഞി വയ്ക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളുണ്ടായിരുന്നു.